രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപകടത്തിന്റെ കാരണം പക്ഷി ഇടിച്ചതോ വിമാനത്തിന്റെ അമിത ഭാരമോ അല്ല എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അന്വേഷണത്തിൽ പക്ഷി ഇടിച്ചതായോ ഇതിന്റെ ചത്ത ശരീരമോ കണ്ടെത്താനായിട്ടില്ല. വിമാനത്തിലെ ചില സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അമിതഭാരമല്ല അപകടത്തിന് കാരണമെന്നും പറയുന്നു. അതുപോലെ തന്നെ പൈലറ്റിന് പിഴവുണ്ടായിട്ടില്ല എന്നുള്ളതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപകടത്തിന് മുൻപുള്ള കോക്പിറ്റ് ക്രൂവിന്റെ പ്രവർത്തനങ്ങൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളിൽ നിന്നും വ്യത്യസ്തമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടം പൈലറ്റിന്റെ പിഴവ് കൊണ്ട് അല്ല സംഭവിച്ചിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ 2 എഞ്ചിനുകളും ഒരേ സമയം തകരാറിലാകുന്നത് അസംഭവ്യമാണെന്നും അട്ടിമറിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് നിലവിലെ വിലയിരുത്തൽ. അതേസമയം 12 വർഷത്തിലേറെയായി ലോകമെമ്പാടും 1200 വിമാനങ്ങൾ സർവീസുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ബോയിങ് 787 ഉൾപ്പെട്ട ആദ്യത്തെ അപകടമാണിത് എന്നതും ശ്രദ്ധേയമാണ്. ഇത്തരം കാരണങ്ങൾ തള്ളിക്കളഞ്ഞ് സമഗ്രമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം അപകടത്തിന്റെ അന്തിമ കാരണങ്ങൾ ഈ ഒരു DGCAയും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും അതുപോലെ ബോയിങ് എന്നിവർ തീരുമാനിക്കും. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ, ബ്ലാക്ക് ബോക്സ്, റെക്കോർഡിംഗ്സ്, ഫ്ലൈറ്റ് ഡേറ്റ, എയർ ട്രാഫിക് കൺട്രോൾ ലോഗുകൾ ഇതെല്ലാം ലഭിച്ചതായും ഇതിന്റെ എല്ലാം പൂർണ്ണമായിട്ടും സാങ്കേതിക ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അന്തിമ കാരണങ്ങളിലേക്ക് എത്തിച്ചേരാനാകൂ എന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ ഒരു വിമാനം ഇടിച്ച ഡോക്ടർമാരുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നായിരുന്നു ഈ ഒരു വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ തിരച്ചിലിലാണ് ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ അഥവാ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. ഗുജറാത്ത് സർക്കാരിൽ നിന്ന് 40 ഉദ്യോഗസ്ഥരും ഈ ഒരു സംഘത്തിലുണ്ട്. ബ്ലാക്ക് ബോക്സിനോടൊപ്പം ഈ ഒരു വിമാനത്തിന്റെ എമർജൻസി ലൊക്കേറ്ററും ട്രാൻസ്മിറ്ററും കണ്ടെത്തി. ഈ ഒരു വിമാന അപകടത്തിന്റെ കാരണമടക്കം എന്താണ് സംഭവിച്ചതിന്റെ വ്യക്തമായിട്ടുള്ള ചിത്രം നൽകാൻ ഈ ഒരു ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾക്ക് സഹായിക്കും. തിളങ്ങുന്ന ഓറഞ്ച് നിറത്തിലുള്ള ബ്ലാക്ക് ബോക്സ് ഏത് അപകടകരമായ വിവരത്തെയും അതിജീവിക്കുന്ന നിലയ്ക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വിമാനത്തിന്റെ വേഗത, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, എഞ്ചിന്റെ സ്ഥിതി, പൈലറ്റും എയർ ട്രാഫിക് കൺട്രോളും തമ്മിലുള്ള ആശയവിനിമയം അടക്കമുള്ള കോക്പിറ്റ് ഓഡിയോകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ ഒരു ബ്ലാക്ക് ബോക്സ് റെക്കോർഡ് ചെയ്യും. വിമാനത്തിന്റെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഗുജറാത്ത് ATS ആണ് ഈ ഒരു DVR കണ്ടെത്തിയത്. കോക്പിറ്റിലെയും ക്യാബിനിലെയും അടക്കം വിമാനത്തിലെ വിവിധ ക്യാമറകളിൽ നിന്നുള്ള ഈ ഒരു CCTV ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സംവിധാനമാണ് DVR. ഈ ഒരു അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ വിമാനത്തിൽ നിന്നും ATCക്ക് ലഭിച്ച അവസാനത്തെ സന്ദേശം പരിശോധിച്ചതിൽ ആ ഒരു സന്ദേശത്തിൽ പൈലറ്റ് മെയ്ഡേ എന്ന് 3 തവണ പറയുന്നുണ്ട്. പൈലറ്റ് സുമിത് സബർവാളിന്റെ സന്ദേശമാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. മെയ്ഡേ മെയ്ഡേ മെയ്ഡേ, നോ ട്രസ്റ്റ് ഗോയിങ് ഡൗൺ എന്ന 5 സെക്കൻഡ് ദൈർഘ്യമുള്ള സന്ദേശമാണ് ലഭിച്ചത്. ഈ ഒരു മെയ്ഡേ കോൾ ലഭിച്ചെങ്കിലും ATCക്ക് പൈലറ്റിനെ തിരിച്ചു ബന്ധപ്പെടാൻ അവസരം ലഭിക്കുന്നതിന് മുൻപ് തന്നെയായിരുന്നു ഈ ഒരു വിമാനം താഴേക്ക് പതിച്ചതും.